ഇന്നലെ ഒരാൾ എന്നോട് പറയാണ്, അച്ഛൻ ഇന്നത്തെ എക്സാം വളരെ പ്രയാസമുള്ളതായിരുന്നു, പക്ഷെ ഞാൻ പള്ളിയിൽ പോയായിരുന്നു, ഞാൻ കൊന്ത ചൊല്ലിയായിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ പോയത്, പക്ഷെ എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല, എനിക്ക് വളരെ പ്രയാസമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടുണ്ടായിരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്ത പല കാര്യങ്ങൾക്കും അനുഭവം ഇല്ലാത്ത പോകുന്നൊരവസ്ഥ. പ്രിയമുള്ളവർ, ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ ഇതേ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവാണ്. തൻ്റെ ഈ വേദനയുടെ ബുദ്ധിമുട്ടിന്റെ നിമിഷത്തിൽ ഇനി ഇത് ഞാൻ പ്രഘോഷിച്ച ആൾ ഇത് ക്രിസ്തു തന്നെയാണോ, അതിന് വേറൊരാൾക്ക് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കണമോ എന്ന് യോഹന്നാൻ ചോദിച്ചു പോവുകയാണ്. അപ്പൊ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിക്കേ, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾക്കൊന്ന് കണ്ടേ, എന്നില് ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധിയുടെ, പരാജയത്തിന്റെ, വേദനയുടെ ചില ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ദൈവം ഇടപെടുന്നില്ല എന്നുള്ളതല്ല, ദൈവന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി വിഷമിച്ച് കുത്തിയിരിക്കാതെ ചുറ്റുമൊക്കെ ഒന്ന് കണ്ണൂർ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവം ഇടപെടുന്ന പല സാഹചര്യങ്ങൾ, ദൈവം ഇടപെടുന്ന വ്യക്തികൾ, ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് ചുറ്റും കാണാൻ പറ്റും എന്നുള്ളത്.